മംഗലാപുരത്തെ കോൽത്തമജലിലെ അബ്ദുർ റഹീമിനെ ക്രൂരമായി കൊലപ്പെടുത്തിയത് തീവ്ര ഹിന്ദുത്വ ഗ്രൂപ്പ് മുൻകൂട്ടി ആസൂത്രണം ചെയ്തുകൊണ്ടുള്ള ഒരു കൊലപാതകമായിരുന്നു എന്നതിൻ്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവരികയാണ്. റഹീമിൻ്റെ തന്നെ സുഹൃത്തും അദ്ദേഹവുമായിട്ട് ഇടപഴകിക്കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന മറ്റൊരു സംഘപരിവാർ പ്രവർത്തകൻ അദ്ദേഹത്തെ ബോധപൂർവം ആസൂത്രണം ചെയ്ത കൊലയെ തുടർന്ന് അദ്ദേഹം ബോധപൂർവം കൂട്ടിക്കൊണ്ടു പോവുകയും കൊല്ലാനുള്ള സംഘത്തിൻ്റെ മുൻപിലേക്ക് എത്തിച്ചു കൊടുക്കുകയുമായിരുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തീവ്ര ഹിന്ദുത്വ ഗ്രൂപ്പുകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകമാണ് റഹീമിൻ്റെ കൊലപാതകം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇദ്ദേഹത്തെ ഇത്തരത്തിലുള്ള ഒരു ക്രൂരത ചെയ്തത് ഇദ്ദേഹത്തോട് എന്ന് ചോദിച്ചാൽ, ഒരു പ്രശ്നം സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് കർണാടകയിൽ ഹിന്ദുത്വവാദികൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ തങ്ങൾക്ക് തന്നെയാണ് മേധാവിത്വം എന്ന് പറയാനും അതോടൊപ്പം നാട്ടിലെ ക്രമസമാധാന നില തകർക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള വളരെ ഗൂഢമായിട്ടുള്ള പദ്ധതികളാണ് അവിടെ ആസൂത്രണം ചെയ്തത്. അതിനുവേണ്ടി ഒരു കൊലപാതകം തന്നെ നടത്തുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. ചൊവ്വാഴ്ച വൈകിട്ട് കൊളത്തമജലു സ്വദേശിയും ബദർ ജുമാ മസ്ജിദിൻ്റെ സെക്രട്ടറിയും SKSSFിൻ്റെ സജീവ പ്രവർത്തകനുമായ അബ്ദുൽ റഹീം എന്ന ഡ്രൈവർ ജോലിയിൽ ഏർപ്പെട്ട വ്യക്തിയെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു സംഘപരിവാർ. സഹായിയും പ്രദേശത്തെ SKSSFിൻ്റെ തന്നെ സെക്രട്ടറിയുമായ കലന്തൻ ഷാഫിക്കും ഈ ഒരു സംഘത്തിൻ്റെ ആക്രമണത്തിൽ വെട്ടേറ്റിരുന്നു. കൈക്ക് വെട്ടേറ്റ ഷാഫി അപകടനില തരണം ചെയ്തിട്ടുണ്ട്. പൂഴിമണൽ ഇറക്കുന്ന കരാർ എടുക്കുന്ന അബ്ദുർ റഹീമിനെ ഹിന്ദുത്വവാദിയായ സുഹൃത്ത് വിളിച്ചു വരുത്തുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. മണൽ ഇറക്കിക്കൊണ്ടിരിക്കെ 15ഓളം പേർ ബൈക്കുകളിൽ എത്തി പിക്കപ്പിൽ നിന്ന് റഹീമിനെ വലിച്ചിറക്കി തുരുതുര വെട്ടുകയായിരുന്നു. കൊലയാളികളിൽ 2 പേർ അബ്ദുർ റഹീമിൻ്റെ സുഹൃത്തുക്കളാണെന്നും പറയപ്പെടുന്നുണ്ട്. ഇവരെ ആശുപത്രിയിൽ കഴിയുന്ന ഷാഫി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 2 ദിവസം മുൻപ് ബജ്പെയിൻ തീവ്ര ഹിന്ദുത്വവാദികൾ വിദ്വേഷ പ്രസംഗം നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് റഹീമിൻ്റെ കൊലപാതകം ഇവിടെ നടക്കുന്നത്. തീരദേശ കർണാടകയിൽ കൊലക്കേസ് പ്രതിയായ തീവ്ര ഹിന്ദുത്വ നേതാവ് സുഹാസ് ഷെട്ടിയുടെ കൊലപാതകത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ കൊലപാതകം ഉണ്ടായിട്ടുള്ളത്. ഷെട്ടിക്കെതിരെ 5 ക്രിമിനൽ കേസുകൾ ഉണ്ടായിരുന്നു. ബജ്രംഗ് ദൾ പോലുള്ള സംഘടനകളുമായുള്ള ബന്ധത്തിന് പേരുകേട്ടയാളായിരുന്നു സുഹാസ് ഷെട്ടി. എന്നാൽ ഒരു രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കാതെ SKSSFിൻ്റെയും ബദരിയ ജുമാ മസ്ജിദിൻ്റെയും പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അബ്ദുർ റഹീം. നിരപരാധിയെ വെട്ടിക്കൊലപ്പെടുത്തിയ ഈ ഒരു സംഭവം നാട്ടുകാരെ ഏറെ ഞെട്ടിച്ചിരിക്കുകയും വലിയ പ്രതിഷേധത്തിന് കാരണമാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ സിന്ദാബാദ് മുദ്രാവാക്യം വിളിച്ചു എന്നാരോപിച്ച് മാനസികാസ്വാസ്ഥ്യമുള്ള മലപ്പുറം സ്വദേശി അഷ്റഫിനെ ഹിന്ദുത്വവാദികൾ കൊലപ്പെടുത്തിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് സുഹാസ് ഷെട്ടിയുടെ കൊലപാതകം ഇവിടെ നടക്കുന്നത്. മുസ്ലിങ്ങൾക്കെതിരെ പരസ്യമായ ഭീഷണി മുഴക്കിയവർക്കെതിരെ 45 FIRകൾ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ച് അറസ്റ്റുകൾ മാത്രമേ ഈ പേരിൽ അവിടെ നടന്നിട്ടുള്ളൂ. അബ്ദുർ റഹീമിൻ്റെ കൊലപാതകത്തിലും ദീപക്, സുമിത് ആചാര്യ എന്നീ 2 നാട്ടുകാർ ഉൾപ്പെടെ 15 പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബണ്ട്വാൾ റൂറൽ പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അബ്ദുർ റഹീമിനും കലന്തൻ ഷാഫിക്കും പരിചയമുള്ള ദീപക്, സുമിത് എന്നിവരാണ് പ്രതികളിൽ ഉൾപ്പെടുന്നത് എന്നതാണ് പരാതിയിൽ പറയുന്നത്. സംഭവം നടന്ന് 2 ദിവസമായിട്ടും ഇതുവരെയും പ്രതികളെ പിടികൂടിയിട്ടില്ല. അതേസമയം തന്നെ പറക്കമുറ്റാത്ത 3ഉം 1ഉം വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾക്കും ഭാര്യയ്ക്കുമൊപ്പം സ്വന്തമായി പണിത വീട്ടിൽ താമസിക്കണമെന്ന ആഗ്രഹം ബാക്കിയാക്കിയാണ് അബ്ദുർ റഹീം മടങ്ങിയത്. 4 വർഷത്തോളം സെക്രട്ടറിയായിരുന്ന കൊളത്തമജലു ബദരിയ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമം. ഒരു രാഷ്ട്രീയത്തോടും അമിതാവേശം കാണിക്കാത്ത അബ്ദുർ റഹീമിൻ്റെ മരണം നാട്ടുകാർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. 6 മാസം മുൻപാണ് റഹീമിൻ്റെ വീടിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. പിതാവ് നൽകിയ സ്ഥലത്താണ് വീട് നിർമ്മാണം ആരംഭിച്ചത്. പിതാവും മാതാവും റഹീമിനെ ആശ്രയിച്ചായിരുന്നു കഴിഞ്ഞിരുന്നത്. പ്രദേശത്ത് ജാതിമത ഭേദമന്യേ എല്ലാവർക്കും പ്രിയപ്പെട്ട വ്യക്തിത്വമായിരുന്നു റഹീം. റഹീമിൻ്റെ പ്രവർത്തന മികവിനുള്ള അടയാളമായിരുന്നു 4 വർഷമായി ബദരിയ ജുമാ മസ്ജിദിൻ്റെ ഈ ചെറുപ്പത്തിൽ തന്നെയുള്ള സെക്രട്ടറി സ്ഥാനം എന്നതും നാട്ടുകാർ ഇപ്പോൾ ഓർമ്മിക്കുന്നു. അപാലവൃത്തം ജനങ്ങളുടെ സാന്നിധ്യത്തിലാണ്, അകമ്പടിയോടുകൂടിയാണ്, കണ്ണീരോടുകൂടിയാണ് റഹീമിനെ അവസാനമായി ആ നാട് യാത്രയാക്കിയത്. കൊലയാളികൾ എത്രയും പെട്ടെന്ന് പിടിക്കപ്പെടട്ടെ എന്ന് നമുക്ക് ആശിക്കാം.